ഞാൻ കോന്നി കൊച്ചയ്യപ്പൻ. എനിക്ക് 3 വയസ്സ് പ്രായം. എന്നെയും എന്നോടൊപ്പമുള്ള മറ്റു ബന്ധുക്കളെയും കാണാൻ നിങ്ങൾ ഇവിടെ എത്തുന്നു. മറ്റുള്ള ജീവികളിൽ നിന്നും ഞങ്ങൾക്കുള്ള വ്യത്യസ്തതകൾ, ആകാര വലിപ്പം, ഞങ്ങളുടെ കുസൃതികൾ, പ്രവർത്തികൾ തുടങ്ങിയവ നിങ്ങളെ ആഹ്ലാദിപ്പിക്കുന്നുണ്ടാകാം. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇവിടെ എത്തുന്നത്. ഇവിടുത്തെ എൻ്റെ ആനബന്ധുക്കൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഓരോ കഥ പറയാൻ. എൻ്റേത് ഒരു കുഞ്ഞു കഥ മാത്രം. നിങ്ങൾക്ക് ജീവിക്കാൻ അവകാശമുള്ളതുപോലെ എൻ്റെ മാതാപിതാക്കൾക്കും അവരുടെ മുൻഗാമികൾക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ടായിരുന്നു. നിങ്ങൾ മനുഷ്യർ മാത്രമാണ് ഞങ്ങളുടെ കൂട്ടരുടെ ഇടം കയ്യേറി ഞങ്ങളുടെ വാസസ്ഥലം ചുരുക്കിയത്. ആ കഥ പറഞ്ഞാൽ വീണ്ടും നമ്മൾ ശത്രുക്കളാകാൻ സാധ്യതയുണ്ട്. എങ്കിലും പറഞ്ഞോട്ടെ, ഞാനൊരു കുഞ്ഞനല്ലേ. ഞങ്ങളാണോ നിങ്ങൾക്ക് ഏറ്റവും ദ്രോഹം ഉണ്ടാക്കിയത്? നിങ്ങളല്ലേ ഞങ്ങളെ ഏറ്റവും ദ്രോഹിച്ചത്. ഞങ്ങൾക്ക് ഒന്നും പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവമില്ല. അന്നു കിട്ടുന്നവ ആഹരിക്കുന്നു. നിങ്ങളോ? നിങ്ങൾക്ക് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ളത് സമ്പാദിക്കണം. അതിനുവേണ്ടി നമ്മുടെ ഇടം കയ്യേറി. ഞാൻ ജനിച്ച ദിവസം എനിക്ക് ഓർമ്മയില്ല. എന്നാൽ ഞാൻ കോന്നിയിലെത്തിയത് 2021 സെപ്റ്റംബർ മാസം 9-ാം തീയതി ആയിരുന്നു. പിന്നീട് അറിയാൻ കഴിഞ്ഞത് റാന്നി വനം ഡിവിഷൻ ഭാഗമായ ഗൂഡ്രിക്കൽ റേഞ്ചിലെ വനത്തിനുള്ളിൽ നിന്നാണ് എന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതെന്ന കാര്യം. 90% ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അവസ്ഥയിലായിരുന്നു ഞാനപ്പോൾ. ജന്മന ഞാൻ അവശനായിരുന്നു. അത്തരത്തിലുള്ള മക്കളെ ഉപേക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ രീതി. അതുകൊണ്ട് തന്നെ എന്നെയും അമ്മയെ ഉപേക്ഷിച്ചു. മറ്റെന്തെങ്കിലും കാരണം കൂടി ഉണ്ടാകാം. നിങ്ങളിൽ ചിലർ ഞങ്ങളുടെ കൂട്ടരെ ശത്രുക്കളായി കാണുന്നത് കൊണ്ട് കാടിനുള്ളിൽ അതിക്രമിച്ചു കയറി എൻ്റെ അമ്മയെ അവിടെ നിന്ന് വിരട്ടി ഓടിച്ചതും ആകാം. വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ കൂടിയാണ് ഈ ഭൂമി എന്ന സത്യം നിങ്ങളിൽ പലരും മറക്കുന്നു. വികസനത്തിൻ്റെ പേരിൽ എൻ്റെയും നിങ്ങളുടെയും കാടിൻ്റെ വിസ്തൃതി ചെറുതാക്കിയവർ, ആർത്തിമൂത്ത് ഞങ്ങളുടെ കൂട്ടരെ നായാടിയവർ, കാടിനുള്ളിൽ പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യം വലിച്ചെറിഞ്ഞ് കാടിൻ്റെ പവിത്രത കളങ്കപ്പെടുത്തിയവർ, ആരോടൊക്കെയോ ഉള്ള ശത്രുത കൊണ്ട് കാടിന് തീവച്ചവർ, ഇവരായിരിക്കും അതിന് കാരണക്കാർ. എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നില്ല, ഇതിന് കാരണക്കാരായവരെ മാത്രം. എൻ്റെ കഥ പറഞ്ഞ് ഞാൻ ചുരുക്കുന്നു. ഉദ്യോഗസ്ഥരുടെ സഹായത്താൽ കോന്നിയിലെത്തിയ എനിക്ക് ഒരു അമ്മയിൽ നിന്ന് കിട്ടാത്ത സ്നേഹം അവർ നൽകി. പാൽക്കുപ്പികളിൽ പാൽ നിറച്ച് അവർ എനിക്ക് നൽകി. അമ്മയുടെ ലഭിക്കാത്ത സ്നേഹം അവർ എനിക്ക് പകർന്നു നൽകി. ഞാനിപ്പോൾ 4-ാം വയസ്സിലേക്ക് കടക്കുന്നു. എന്നെ സമീപത്ത് നിൽക്കുന്ന മറ്റു ആനകളുടെ കഥകളിലേക്ക് ഞാൻ കടക്കുന്നു. എന്നെ സംബന്ധിച്ച് പറയാൻ വിട്ടത് ഞാൻ അതിനോടൊപ്പം പറയാം. കൊച്ചയ്യപ്പൻ ഇവിടെ വരുമ്പോൾ 1 വയസ്സ് പ്രായം പറയുന്നു. മിടുക്കനായ ഒരു കുട്ടിയാണ്. കൊച്ചു കൊമ്പുമൊക്കെ വന്നിട്ടുണ്ട്. ശബരിമല പ്രത്യേകതയുള്ള വനത്തിന് പ്രത്യേകതയുള്ള ഒരു ആനക്കുട്ടിയാണ്. നമ്മുടെ കോന്നി സുരേന്ദ്രനെ പോലെ തന്നെ നല്ല നട, കയ്യിറക്കം, ചെവി, വായുകുംഭം, നല്ല ലക്ഷണമൊത്ത ഒരു ആന, 18 നഖം, കയ്യിറക്കം എല്ലാം ഉണ്ട്. ഈശ്വരൻ്റെ അനുഗ്രഹത്താലും സഹപ്രവർത്തകരുടെ കൂട്ടായ്മയോടെ ഞങ്ങളിങ്ങനെ പരിപാലിച്ച് ഇതിനെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഭക്ഷണം ചോറാക്കിയിട്ടുണ്ട്. നേരത്തെ പാലും വിറ്റാമിൻ മറ്റ് സാധനങ്ങൾ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ചോറാക്കിയിട്ടുണ്ട്. ഈ കുട്ടിയെ വളർത്തിയെടുത്തത് വളരെ കഷ്ടപ്പെട്ടാണ്. ഒരു അമ്മയുടെ പരിപാലനം, മുലപ്പാൽ കിട്ടാത്ത ഒരു ആനക്കുട്ടിയെ ആയിരുന്നു. 1 വയസ്സ് പ്രായം എന്ന് പറഞ്ഞാലും അതിൽ എത്രമാത്രം മുലപ്പാൽ കുടിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. വളരെ ക്ഷീണിതനായിരുന്നു. പക്ഷേ ഈശ്വരാനുഗ്രഹത്താലും ഈ കൂടിൻ്റെ അനുഗ്രഹത്താലും പരിപാലിച്ച് നല്ലൊരു കുട്ടിയായി ഇപ്പം നിലനിൽക്കുന്നു കോന്നി ആനക്കാമ്പിൽ.